എക്സ് റേസ് ടു 0.7/48 സമം 36/x⁻².3 എങ്കിൽ എക്സിന്റെ വില എന്ത്? മിക്കവരും ചെയ്യാതെ വിട്ട ഒരു പ്രവർത്തനമാണ്. ഇങ്ങനെ ഘാതം 0.7 0.23 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ 2.3 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാ അതിന്റെ ദശാംശമൊക്കെ അതിന്റെ വർഗമായിട്ടൊക്കെ കാണേണ്ടതെന്നുള്ള ആകെ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. സിമ്പിളാണ്. ഇവിടെ ശ്രദ്ധിക്കാം, ഇതിന്റെ ഘാതം 0.7 ഇതിന്റെ ഘാതം കൃത്യങ്ങൾ 2.3 കണ്ടല്ലോ. അപ്പൊ തന്നെ നമ്മുടെ മനസ്സിലൊരു ധാരണ വേണം, ഇവ തമ്മിൽ എൻ്റെ ഒരു ബന്ധമുണ്ടല്ലോ എന്ന്. അങ്ങനെ ചിന്തിച്ചാൽ ഈ കണക്ക് വളരെ സിമ്പിളായി. ഓക്കെ, ഇത് സമം ഇതാണ്. ഇവിടെ ഇത് അംശവും ഇത് ഇവിടെ ഛേദവുമാണ്. നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താ? ഈ ഛേദത്തെ സമത്തിന്റെ അപ്പുറം കൊണ്ടുവരാം, ഈ ഛേദത്തെ സമത്തിന്റെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാം. ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് 36 ഹരിക്കണം x⁻².3 ഹരിക്കണമാണിത്. ഹരിക്കണം. ആ ഹരിക്കണം എന്ന് പറയുന്ന ഈ x⁻².3 സമത്തിന്റെ അങ്ങേ ഭാഗത്തേക്ക് പോകുമ്പോൾ എന്താവും? അത് ഗുണിക്കണം എന്നാകും. ക്ലിയർ? ഇവിടെ ഹരിക്കണം എന്നാണുള്ളത്, അതിനെ നമ്മൾ സമത്തിന്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ ഇത് ഒരു ചരമാണല്ലോ എക്സ്, ഇവിടെയും അത് നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാം. അങ്ങനെ വരുമ്പോൾ അത് ഗുണിക്കണം എന്നാവും. അതുപോലെ ഇവിടെ ഹരിക്കണം 48നെ സമത്തിന്റെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അതും എന്താവും? ഗുണിക്കണം എന്നാവും. അതായത് ഇത് മാറി എങ്ങനെ വരുന്നറിയോ? x⁻²0.7 ഗുണിക്കണം x⁻²2.3 സമം 36 ഗുണിക്കണം 48. ഇത് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇത് എങ്ങോട്ടേക്കും പോയി, ഇത് ഇങ്ങോട്ടേക്കും പോയി. ഗുണിക്കണം എന്നാവും. ഹരിക്കണം എന്നുള്ളത് സമത്തിന്റെ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ഗുണിക്കണം. അങ്ങനെയാണിത്. ഇത് ഗുണിക്കണം ഇതായത്. അതുപോലെ 48 36 ഗുണിക്കണം 48 എന്നായി മാറിയത്. ക്ലിയർ? ഇനി എളുപ്പമാണ്. ഇത് കാണാൻ എന്താ വഴി? അതിന് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ ഒരു വിദ്യ ഉണ്ട്. അതെന്താ? a ഘാതം n അല്ലെങ്കിൽ a⁻m ഗുണിക്കണം a⁻n എന്ന് കിട്ടിയാൽ ഇതിന്റെ വില എന്താണെന്നറിയോ? a⁻m പ്ലസ് എന്നാണ്. ഇത് മനസ്സിലായിട്ടില്ലവരെ ഇത് മനസ്സിലാക്കി വെക്കുക, മനസ്സിലാകാത്തവര്. ഓക്കെ, അവിടെ എന്താണ് പ്രയോഗിക്കേണ്ടത്? എന്ത് വരും? ഇത് m ഇത് n, m പ്ലസ് എന്നാവും. x⁻0.7 പ്ലസ് 2.3 സമം 36 ഗുണിക്കണം 48. 0.7 2.3 കൂടെ കൂട്ടി എത്ര വരും? കൂട്ടി നോക്കണോ? 7 3 10, 1 ബാക്കി, 1 2 3. എന്ത് വന്നു? 3. അതായത് x⁻³ സമം 36 ഗുണിക്കണം 48. ചോദ്യം വരുന്നു, ഓർമ്മയില്ലേ? എക്സിന്റെ വിലയാണ് കാണേണ്ടത്. ഇവിടെ x⁻³ കിട്ടി, 36 ഗുണിക്കണം 48. ഇനി ഇതിന്റെ വില കണ്ടുപിടിക്കാൻ എന്താ വഴി? ഇതിനെ ⁻³ രൂപത്തിലേക്ക് മാറ്റി എഴുതുക. ഓക്കെ, 36 നമുക്ക് എന്ത് എഴുതാം? 6 ഗുണിക്കണം 6 എന്ന് എഴുതാം. ഓക്കെ, 48നെയോ 6 ഗുണിക്കണം 8 എന്ന് എഴുതാം. ശരിയല്ലേ? 36 6 ഗുണിക്കണം 6, 48 6 ഗുണിക്കണം 8. 6 ഗുണിക്കണം 6 ഗുണിക്കണം 6 എന്താ? 6⁻3. 8ന് എന്ത് എഴുതാൻ പറ്റും? 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 എന്ന് എഴുതിക്കൂടെ? 2 4 4 2 8. അതായത് 2⁻3. ചോദ്യം x സമം എത്രയാണ്?
ഇത് എക്സ് റേസ് ടു 3 6 റേസ് ടു 3 ഗുണിക്കണം 2 റേസ് ടു 3. ഇതിൽ നമുക്ക് എക്സിനെ എടുക്കുക. റേസ് ടു 3 ഒഴിവാക്കുമ്പോ ഇതും ഒഴിവാകും ഇതും ഒഴിവാകും. കഴിച്ച് ബാക്കി എന്തുണ്ട്? 6 ഗുണിക്കണം 2 എത്രയാ? 12. ഓപ്ഷൻ സി ആണ്. ഓക്കെ, വളരെ വിഷമം പിടിച്ച കണക്കാണ്. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്യാം.